ഇന്ന് നമ്മള് ചിക്കൻ ബിരിയാണി വെക്കാൻ പോവാ. അത് നമ്മളാണോ അമ്മ വെക്കുന്നത്? അല്ല, ഇവിടുത്തെ പുരുഷ കേസരികളാണ് വെക്കുന്നത്. കാണിക്കട്ടെ. ഷെഫ് ഐവിൻ സന്തോഷ്, ഷെഫ് സന്തോഷ് തോമസ്. അപ്പൊ ഫസ്റ്റ് പരിപാടി എന്തോ? നമ്മൾ മേടിച്ച ചിക്കൻ കഴുകണം. അതാണ് ആദ്യത്തെ പരിപാടി. ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോവാ. വാഷ് ചെയ്യാൻ പോവാം. ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു സാധനം ഇത് കഴുകാൻ പാത്രം നല്ല നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവരും. ഞാനിതൊക്കെ തപ്പിയെടുക്കാം. അടുക്കളയിൽ ആദ്യമായിട്ട് അങ്ങോട്ട് കയറുവാന്ന് തോന്നുന്നു. ചിക്കൻ ഇതിനകത്തോട്ട് കഴുകാം. എടാ മോനെ ഇവനെ ചിക്കൻ കഴുകുന്ന എനിക്കൊരു പണി തരാം. എന്തൊരു ശുഷ്കാന്തി. ഓക്കെ, അമ്മ എന്തോ ബൈക്ക് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവരെ വിശ്വാസം ഇല്ലയോ അമ്മേ? വേണ്ടി വന്നാൽ ഞാൻ 10 പേർക്കുള്ള സദ്യ ഇപ്പൊ തയ്യാറാകും. എനിക്കതൊന്നും വലിയ കാര്യം. കോൺഫിഡൻസ്. അമ്മായി, നമ്മൾ ഈ പറയുന്ന കരള് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിനിടത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ മാറ്റി നമുക്ക് നമ്മുടെ ലൂക്കായിക്കും ഡെന്നീസിനും കൊടുക്കാം. ഓക്കെ, പറ്റിയൊരു പാത്രം എടുക്കണം അല്ലേ? അമ്മ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ചീറ്റിംഗ് ആണേ. ഓക്കെ, കൊട്ടേഷൻ തട്ടി വിടുക ഇടയ്ക്ക്. അല്ല, കോൺഫിഡൻസ് ഉള്ള ആൾ ഇവിടെ എന്ത് പോസ്റ്റ് ആയി നിൽക്കുന്നേ? സാധാരണഗതിയിൽ ഈ പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫ്മാരുണ്ട്, അവരധികം അങ്ങനെ പണിയൊന്നും എടുക്കത്തില്ല. പിന്നെ അവരിങ്ങനെ നോക്കും, എന്നിട്ട് മറ്റേ വെറുതെ നിപ്പയുള്ള വാചകോടി മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവരിങ്ങനെ പറയും ഇതിങ്ങനല്ല, ഇത് ചെയ്യും. എന്നിട്ട് അവസാനം വേണ്ടി വന്ന അരിഞ്ഞൊക്കെ കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഉപ്പ് നോക്കാൻ വരും. അങ്ങനെയൊക്കെ എക്സിക്യൂട്ടീവ് ഷെഫ്മാർ ചെയ്യുന്നത്. ഇതിനകത്ത് കഴിവെക്കും. ഓക്കെ, ഇതിപ്പുറത്ത് വെച്ചാൽ വാരിയിട്ടാൽ മതി. അങ്ങോട്ട് വാരി ഇട്ടാൽ മതി. വാരിയിടുക അത്രയേ ഉള്ളൂ. ഇത് തുണിയാണോ? ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഹൈജീൻ കൂടുതലാണ്. അത് ഇത് ഹൈജീൻ്റെ പാർട്ടല്ല. ഇത്തിരി ഹൈജീൻ്റെ പാർട്ടാണ് അത്. വാരിയിടുക, അങ്ങനെ വിലച്ച് കഴുകി ഇതിനകത്തോട്ട് ഇടും. അത് കഴിഞ്ഞു. വെള്ളം ഏതാണ്ടിനൊക്കെ വേണ്ടായോ? വെള്ളം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മംഗോസ്റ്റ് ഉണ്ട്. ഞാൻ അതിന് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും. എവിടെയായിരുന്നു? ഇന്ന് ഫ്രീയാ. ഇന്ന് ഫ്രീ ആണോ? ഓ, ഇന്ന് അവധിയാ. ഇന്ന് ഫ്രീഡം. ഹലോ മിസ്റ്റർ എക്സിക്യൂട്ടീവ് ഷെഫ്, ഓടി വരൂ. ഇതൊക്കെ അതിൻ്റെ അകത്ത് വെക്കും, ആ പട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒന്നും അറിയത്തില്ല. ഇതുകൊണ്ട് ആ പാത്രം ഞാനല്ലല്ലോ ഷെഫ്. ഇന്നത്തേക്കാ ഇത്. നിങ്ങൾ എന്ന് കഴുകി അടുത്ത പരിപാടിയുണ്ട്. നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്ന ഇറച്ചിയുണ്ടോ? ചുമന്നിരിക്കുവന്നല്ലേ. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്തോ? മാരിനേറ്റ് ചെയ്ത് വെക്കണോ? മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കഴുത്ത് അതുപോലുള്ള സാധനങ്ങൾ കുറെ മാറ്റണം. മാംസമുള്ള പീസുകൾ മാത്രമാണ്. എക്സിക്യൂട്ടീവ് ഷെഫിന് ഇത് വല്ല അറിയാവോ? ഇത് അവൻ എന്തോ ചെയ്യുന്നത് നോക്കുക. ഇത് എന്തോ എങ്ങനെയാ നോക്കണ്ടേ? ഇത്രയും കാലം എന്തോ ചെയ്തതെന്ന് എനിക്കൊന്നും അറിയാം. അതെന്തോ ഇവന് ഷെഫ് പരിപാടിയായിരുന്നു. എടാ, ഇത് നിങ്ങളുടെ ഷെഫ് മൊത്തം ഉടായ്പാണല്ലോ. ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലയോ, ഈ എക്സിക്യൂട്ടീവ് ഷെഫിനെ കൊണ്ടൊന്നും കാര്യമില്ല. കഴി കഴിഞ്ഞു മാരിനേറ്റ് ചെയ്യണം. മസാല അറിയോ? മസാലയൊക്കെ അറിയാൻ എന്തോ. എടാ, ഏതിനും മസാല ഒന്നാ. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾ, കുരുമുളകുണ്ട്, അത് ചേർക്കുക, മിക്സ് ചെയ്യുക, വെക്കുക. വേറെ എന്തോ ഞങ്ങൾ എന്തോ തിന്നുന്നേ. ഞങ്ങളുടെ അവസ്ഥ. മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി 2 3 മതിയായിരിക്കും. പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലേ? എന്തോ സഹായം വേണ്ട, നമ്മൾ ചെയ്യും. നമ്മളിതൊക്കെ കാണാത്ത എന്തോ കണ്ടല്ലോ. ഇത് കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നോണ്ടിരുന്നല്ലോ. ഇതെല്ലാം മിക്സ് ചെയ്തോളൂ. മാരിനേറ്റ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മൾ വേറെ എന്താ ചെയ്യേണ്ടത്? വേറെ ഉണ്ട്. നമുക്ക് ഉള്ളി അരിയണം. പിന്നെ അതിന്റെ അനുസാരികൾ ബാക്കിയുള്ളത്. അനുസാരികൾ ഞാൻ കൂടെ ചേർക്കേണ്ട കാര്യങ്ങൾ. മലയാളം ഇന്ന് പൊളിയാ. ഇന്ന് ചിക്കൻ ബിരിയാണി പൊളിക്കും. അടിപൊളി. അമ്മ അങ്ങ് ഇളകി നിൽക്കുവോ? ജോലി ഒന്നും ചെയ്യണ്ട. ഏടാ മക്കളെ, എന്തോ മിക്സിങ് എന്തുവായി? മിക്സിങ്ങിൽ ഞാൻ പണ്ടേ എടുക്കാൻ
നിനക്ക് കോൺക്രീറ്റിലായിരുന്നു പണി, കോൺക്രീറ്റ് മൈക്കാടായിരുന്നു അതിന്റെ ജോലി. മിക്സിംഗ് അല്ല അപ്പായിക്ക് കൊട്ടേഷനില് മിടുക്കനാന്നല്ലോ, അതുപോലെ അവൻ മിക്സിങ്ങിൽ മിടുക്കനാ. കൊട്ടേഷനിലും ആ രണ്ടുപേരും കൂടെ ആണ് ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ നോക്കുകുത്തിയുടെ കൂട്ട് നോക്കി നിൽക്കും. ഇതിനെല്ലാം മസാല പൊടി ഇട്ട് ആരടി? അത് ശരിയാ. എവിടൊക്കെയാ കുത്തുന്നു കേട്ടോ കൈ. അതിലെല്ല് കാണും, അത് സാരമില്ല, അതൊന്നും പ്രശ്നമില്ല. ആഹാ നല്ല കളർ. അതിൻ്റെ മണം വരുന്നത് കണ്ടോ, അതിൻ്റെ മസാലയുടെ ഒരു മെച്ചമാണ്. അതിൻ്റെ മണം കണ്ടോ ഇങ്ങനെ വരും. ഇത് സാധാരണ മൂത്ത് കഴിഞ്ഞ് വരേണ്ട മണം, അതിന് മുമ്പേ അതിന് ആ മണമുണ്ട്. നിങ്ങൾ അത് പപ്പായുടെ ഡയലോഗ് കാരണം അത് സ്വയം വെന്തുരുകുകയാണ്. അപ്പം വെക്കാൻ പോകും. ഓക്കെ തുറന്നോ. ഫ്രിഡ്ജിലൊക്കെ വെക്കണം. മാറിനേറ്റ് കുറച്ച് നേരം അവിടെ കുറച്ച് അന്നേരം അതിന് ടേസ്റ്റ് കൂടും. എടാ മോനെ, ഇതിലെങ്ങനെ നിങ്ങളുടെ അളവ്, ഉള്ളിയുടെ അളവ് നിനക്കറിയാവോ? എക്സിക്യൂട്ടീവ് ഷെഫിന് അറിയാത്ത ഉള്ളിയുടെ അളവ്? വേറെ കാര്യമുണ്ട്, ഞാൻ 20-25 പേരുടെ കണക്ക് എനിക്കറിയാം. അതങ്ങ് ചെറുതാക്കിയാ മതി. 5 പേരുടെ കണക്കിലോട്ട് കൊണ്ടുപോവാ. എടാ 1 കിലോയ്ക്ക് 4 കിലോ ഉള്ളി വെച്ച് 1 കിലോയ്ക്ക് 4 കിലോ ഉള്ളിയോ? ഒരു മീഡിയം സൈസ് 4 ഉള്ളി വെച്ചെടുക്കുക. എന്ത് 1 കിലോയ്ക്ക്? അമ്മ അടുത്തൊന്ന് ചോദിക്കുന്നത് നല്ലേ? 1 കിലോയ്ക്ക് 4 ഉള്ളി കറിയുടെ കണക്കല്ലോ. അതിൽ ഒരു ഫൈനൽ ഇതെടുക്കാം നമുക്ക്. അമ്മായി ഇന്ന് അമ്മയുടെ അപ്പായുടെ മണി അമ്മയാ ചെയ്യുന്നത്. ഫോൺ കുത്താ ഫുള്ള്. അതെ. എത്ര ഉള്ളിയാ വേണ്ടത്? എന്താ വലിയ ഷെഫ് 2 പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഒരു ഐവൻ ഷെഫും ഉണ്ട്, ഒരു സന്തോഷ് ഷെഫും ഉണ്ട്. ഇങ്ങനെയൊക്കെ പിരിക്കുന്നേ കണ്ടല്ലോ. എന്നിട്ട് എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത്? എല്ലാത്തിനും ലിൻസ് ഷെഫിന്റെ അഭിപ്രായം അല്ല, മറ്റേ ഞാനേ ഇവിടെ വല്ലതും ചെയ്യുമ്പോ നിങ്ങളെ ആരെയും വിളിക്കാറില്ലല്ലോ, തന്നെ അങ്ങ് ചെയ്താ മതി. എടുക്കടാ ഉള്ളി. അതല്ല ചോദിച്ചു, എത്ര ഉള്ളി വേണം നമ്മൾക്ക്? ഒരു കാര്യം ചെയ്യും, ഒരു 10 ഉള്ളി എടുത്ത് അങ്ങോട്ട് പൊളി. 10 സവാള. എന്തോ ആയി വിളിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ ഭരതനാട്യമൊക്കെ കാണുന്നില്ല, ഞാൻ വരുക. അപ്പം സവാള അരിയായി. സവാള കുറച്ച് നേരം അരി, അന്നേരം കണ്ണ് കാണാതാവുമ്പോൾ ഞാൻ ഇട്ടിട്ടങ്ങ് പോകും. അപ്പൊ പിന്നെ ബാക്കി ആര് ചെയ്യും? ബാക്കി ഞാൻ ചെയ്യും. ഇവിടെ എന്തോ ഇതെല്ലാം ചതയ്ക്കോ? ചതയോ അവസാനം? ചതയും കുറച്ച് ചതച്ച് തേച്ചയച്ചിട്ടുള്ള രസം. പ്രൊഫഷണൽ ആട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഷെഫായിരുന്നു തോന്നില്ലേ കുറച്ച് കാലം ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ ഷെഫിന്റെ പണി ചെയ്തിട്ടുണ്ട്. ഈ വായ്ത്താളോടിയുടെ വല്ല പരിപാടി ഉണ്ടായിരുന്നു? വായ്ത്താളമാണ് എൻ്റെ അവസാനത്തെ പണി. അത് ശരി. ഇതൊക്കെ ഇട്ടില്ലെങ്കിൽ ഇതെല്ലാം പുറത്തു പോകും. ഇച്ചിരി പാത്രം വലുതാണ്. ഇതിനകത്ത് ഇത് ഇട്ടല്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് ഷെഫ് എന്തോ ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ. അതെ, ഞാൻ ഉള്ളി വളർത്തും. ഓ അത് ശരി. നമ്മുടെ സൈഡിലൊക്കെ ഇങ്ങനെ എന്തരൊക്കെ കേൾക്കണോ എനിക്ക്. അടുക്കളയുടെ പടിവാതിൽ കാണാത്ത 2 പേരുടെ യജ്ഞം. എടാ ഇവനെ എന്തോ ഞാനിത് കഴുകുക. ഇനി എങ്ങനെയാ അതിന്റെ പരിപാടി? അത് അല്ല, എക്സിക്യൂട്ടീവ് ഷെഫ് 20-25 ആൾക്കാർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞായിരുന്നേ. അതെ, അരി കഴിവാൻ പോലും അറിയത്തില്ലടാ. ഞാനിങ്ങനെ ഊറ്റി അതെങ്ങനെ അരി പോകുന്നേ? ഞാൻ കൈ വെച്ചേക്കുമല്ലേ? അല്ല ഇവിടെ ഇതെന്തോ പരിപാടി? ഇതെന്തോ പരിപാടി? മാറ്റാൻ പോവാ. നമ്മള് ഇത് കണ്ടിട്ട് ഇനി എന്ത് തരം ബിരിയാണിയാണെന്നൊന്നും ആരും ചോദിക്കരുത്. നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു ബിരിയാണിയാണ് ഉണ്ടാകും. തോന്നുന്ന ബിരിയാണി. അതെ, വീഡിയോ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പേരങ്ങ് ഇടാറില്ലേ. ഞാനിതൊന്ന് ഇളക്കുമായിരുന്നു. ഇളക്കല് കുറച്ച് നേരം കൊണ്ട് നടക്കുന്നുണ്ട്. പൊതുവേ ഞാൻ കുറച്ച് ഇളക്കമുള്ള ആളാ. ഉപ്പിട്ടായിരുന്നു എന്നോടാണോ ചോദിക്കുന്നത്? അസിസ്റ്റന്റ് വരും ഉപ്പിടും. അസിസ്റ്റന്റ് അല്ലടാ, നിന്റെ അപ്പനാണ്. എന്റെ ക്യാമറ കണ്ണുകളൊന്ന് മാറിയപ്പോഴത്തേക്ക് ഇവിടെ നടക്കുന്നത് കണ്ടോ. അമ്മേ, ഇവിടുത്തെ ഷെഫുകൾ എന്തിയേ? ഷെഫുകളൊക്കെ ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്നു. എന്തിയേ? അല്ല, ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇതൊന്ന് ഇളക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്ത ഷെഫ് ഒന്ന് പോയി. അപ്പം ഞാൻ ചെന്നാലും ഒന്ന് തുമ്മാൻ പോയത്. എനിക്ക് ഈ മുളക് മൂട്ടിലടിച്ചപ്പോൾ തുമ്മൽ വന്നു. ഓഹോ, അങ്ങനെ എവിടായിരുന്നു? ഇടയ്ക്ക് മൊബൈലിൽ തോണ്ടുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനുവേണ്ടി ഞാനൊന്ന് ഉടായ്പാണല്ലേ? ഒരു പകുതി ഉടായ്പാ, പകുതി നാക്കും. ഒരു വിസിലടിച്ച ചിക്കൻ നോം എന്തായി കാണുന്നേ? പാത്രം കഴിയുന്നോ? പാത്രം കഴിയാന്ന് പറയും. അപ്പായി, ഇവിടെ ഞാൻ വെച്ചിരുന്ന കുരുമുളക് എന്ത്? കുരുമുളകോ? അതും കഴിഞ്ഞു. സന്തോഷം. ഇതാണ് നമ്മൾ ഈ പരിപാടി തീരുന്നതിന് മുന്നേ പടപടാന്ന് പാത്രം കഴുകി പോകുന്ന ഈ മഹത് വ്യക്തി ചെയ്യുന്നത്. മനസ്സിലായോ? വൃത്തിയുടെ കുരുമുളക് അല്ലാതെ അതിനകത്ത് രണ്ട് അഴുക്ക് പിടിച്ചിരുന്നത്. ഇതുവരെ പച്ചക്കുരുമുളക് അരച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. അതെടുത്ത് കഴുകിക്കളഞ്ഞു. ഓ, അങ്ങനെ അവസാനം അരി ഇടാറായി.
കുറച്ച് നേരം കൊണ്ട് തുടങ്ങിയതാ. അതേ എടി ഞാൻ തിന്നുമ്പോഴല്ല നീ എന്തിനാടി എന്റെ വായി കൊണ്ടുപോയി? അല്ല, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടേ. സലാഡിന് അരി വേണോ അതോ സലാഡ് എടുത്ത് തിന്നു വന്നോ? ഞാൻ രുചി ഉണ്ടോ നോക്കിയിട്ടല്ല നിങ്ങൾക്ക് തരാൻ പറ്റൂ. ഓ അത് ശരിയാ. അരിയൂറ്റൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയെ വിളിക്കണോ? 10-20 പേരുടെ ഒരുമിച്ച് ഞാൻ അതറിയാം 10-20 പേരുടെ കഥ നമുക്കറിയാം. ഐവിനെ ആ വൃത്തിക്കൊന്ന് മാറിയിരിക്കണേ. തള്ളി തള്ളി അങ്ങോട്ട് വരും. തള്ള തള്ള സമയം പോകും. ഓക്കെ, അതില്ലായിരുന്നു നെയ്യല്ലായിരുന്നു. ആ ട്രെയിനോ? പപ്പടം കാച്ചി പോയി, അതിന്റെ കുഴപ്പം. നമ്മുടെ ബിരിയാണി റെഡി. ഞാൻ ഇന്ന് ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് സെർവ് ചെയ്യുക. വലിയ ഗമയായിരുന്നു, എല്ലാം കൂടെ മാറും. ഓക്കെ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. വിളമ്പി കൊടുക്കടാ. കണ്ടോ അതെ, നമ്മളുണ്ടാക്കിയ ബിരിയാണി 2 പേരൂടെ എങ്ങനെയുണ്ട്? അതാണ്. പിന്നെ വേറെ കാര്യം എന്ത്? പറഞ്ഞു തന്നായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും കൊള്ളാം. അതെ, തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ തീർന്നു കഴിഞ്ഞ സമയമാകുമ്പോഴത്തേക്ക് ഒരു ബിരിയാണിക്ക് ഒരു പേരിട്ട് തരാം. തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ അടുത്തൊരു തട്ടിക്കൂട്ട് ഡിഷുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അത്രയേ ഉള്ളൂ.